Good evening, one and all. Today, let us have a discussion on structure of a presentation. Before we discuss structure of a presentation, let me tell you what is a presentation. A presentation is a way of communicating ideas and information to a group. ഒരു presentation എന്ന് പറയുന്നത് it is a way of communicating ideas and information to a group. അപ്പോൾ ഏത് presentation ആവട്ടെ presentation എല്ലാം തന്നെ ഒരു ഗ്രൂപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രസന്റേഷൻസ് ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇതിപ്പോ അക്കാഡമിക് പ്രസന്റേഷൻ ആവട്ടെ, അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രസന്റേഷൻ ആവട്ടെ, ബിസിനസ് പ്രസന്റേഷൻ ആവട്ടെ, ഇതൊക്കെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. സെമിനാർ പ്രസന്റേഷൻ ആവട്ടെ, അതുപോലെ തന്നെ പേപ്പർ പ്രസന്റേഷൻ ആവട്ടെ, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഓഡിയൻസ് ആയിട്ട് വരുന്നത്. ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ വർക്ക് പ്ലേസസ് അല്ലെ. ഇത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊഫഷണൽ പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, വർക്ക് പ്ലേസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രസന്റേഷൻസ് ഓൾസോ യൂസ് ഇൻ അക്കാഡമിക് ആൻഡ് ജോബ് റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം അക്കാഡമിക് പർപ്പസിന് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ നമ്മൾ പ്രസന്റേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ബിക്കെയിം part of job recruitment process അല്ലെ. ജോബ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ പാർട്ടായിട്ടും എന്ത് മാറിയിട്ടുണ്ട്, പ്രസന്റേഷൻ മാറിയിട്ടുണ്ട്. The objective of most presentations is to inform or persuade the listeners about something. ഇപ്പൊ ഈ ഒരു പ്രസന്റേഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, എയിം അല്ലെ, ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഇൻഫോം ഓർ പെർസ്വേഡ് ദി ലിസണേഴ്സ്. ആളുകള് ഇൻഫർമേഷൻ എത്തിക്കുക, അതുപോലെ തന്നെ കൺവിൻസ് ചെയ്യിക്കുക അല്ലെ, ആളുകളെ പെർസ്വേഡ് ചെയ്യിക്കുക അല്ലെ അബൌട്ട് സംതിങ് അല്ലെ. എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ആളുകളെ കൺവിൻസ് ചെയ്യിക്കുക, അതുപോലെ തന്നെ മെസ്സേജ് പാസ് ചെയ്യുക, ഇൻഫോം ചെയ്യുക അല്ലെ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ പ്രസന്റേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് മോസ്റ്റ് പ്രസന്റേഷൻ ഈസ് ടു ഇൻഫോം ഓർ പെർസ്വേഡ് ദി listeners about something. In order to achieve this objective, the presenter must be clear, logical and convincing. അപ്പൊ ഒരു പ്രസന്റേഷൻ അതിന്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈഡ് ചെയ്യിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് നേടണമെങ്കിൽ, അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, പ്രസന്റേഷൻ ഷുഡ് ബി ക്ലിയർ, ലോജിക്കൽ ആൻഡ് കൺവിൻസിംഗ്. ആ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ക്ലിയർ ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കരുത്, ലോജിക്കൽ ആയിരിക്കണം. ലോജിക്കൽ മീൻസ് കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ പറയുന്ന ഓരോ പോയിന്റ്സുകളും ആ പോയിന്റ്സിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും ഒക്കെ കണക്റ്റഡ് ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം. അതുപോലെ തന്നെ ആളുകൾ കൺവിൻസിങ് ആയിരിക്കണം, ആളുകൾ പെർസ്യൂഡ് ചെയ്യണം, ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഫാക്ട് ആണെന്ന് ആളുകൾക്ക് തോന്നും. Right? Now, let us have a look at structure of a presentation. Basically, there are three parts of a presentation. For a presentation, there will be three parts. First part, beginning, middle, and ending. Appo the presentation academic presentation avate, business presentation avate, job recruitment presentation avate, idinokke there will be three parts. Like first part, beginning, middle, and ending. അപ്പൊ നമുക്ക് നോക്കാം ഓരോ പാർട്ടും എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ബിഗിനിങ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ പ്രസന്റേഷൻ തുടങ്ങുന്ന സമയത്ത് അല്ലെ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിഗിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ, വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് അല്ലെ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്. ഓക്കെ, അപ്പം നമ്മളുടെ പേരെന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ഡെസിഗ്നേഷൻ, പൊസിഷൻ എന്താണ്, ഏത് കമ്പനിയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, തുടങ്ങിയ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, വി ഹാവ് ടു സ്റ്റേറ്റ് ആ പർപ്പസ് അല്ലെ. ഇപ്പൊ ഏത് പർപ്പസിനാണ്, ഏത് ഇപ്പൊ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് ബിസിനസ് പർപ്പസ് ആയിരിക്കും, ചിലപ്പം അക്കാഡമിക് പർപ്പസ് ആയിരിക്കും അല്ലെ. അപ്പം ഏത് പർപ്പസിനാണ് അല്ലെ, ഏത് ഉദ്ദേശത്തിനാണ് നമ്മൾ ഒരു പ്രസന്റേഷൻ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, we have to state. Relate the subject to the audience. മറ്റൊന്ന് നമുക്ക് we have to connect our topic with real life അല്ലെ. അപ്പൊ ഓഡിയൻസിന് ഏത് രൂപത്തിലാണ് ഇത് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മളെ ടോപ്പിക്കും ഏത് രീതിയിലാണ് ഓഡിയൻസുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് കിട്ടുന്നത് എന്നുള്ളത് we have to reveal. Then give a brief outline of the presentation. പിന്നെ നമ്മൾ ചെയ്യുന്നത് we have to give a brief outline. ഏതൊക്കെ മെയിൻ പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഏത് കാര്യമാണ് നമ്മൾ
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ, ആ ഒരു ഫ്യൂ വേർഡ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു എക്സ്പ്ലെയിൻ. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടാണ് മിഡിൽ അല്ലെ. അപ്പം ഫസ്റ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്, ദെൻ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദി ടോപ്പിക്, ദെൻ വി ഹാവ് ടു ഗിവ് ഔട്ട്ലൈൻ ഓഫ് ദി പ്രസന്റേഷൻ. അപ്പൊ ഇത്രയും കാര്യമാണ് ബിഗിനിങ്ങിൽ വേണ്ടത്. നെക്സ്റ്റ് മിഡിൽ അല്ലെ. മിഡിൽ പാർട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കും നിങ്ങൾ. ഡു നോട്ട് പ്രസന്റ് മോർ ദാൻ 4 points or ideas. അപ്പൊ നമ്മൾ വി ഹാവ് ടു ലിമിറ്റ് ദ നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലെ. എവിടെ 4 മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാൻ പാടില്ല നമ്പർ ഓഫ് പോയിന്റ്സ്. ഇത് 4 പോയിന്റ്സ് ഒരിക്കലും നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രസന്റേഷനിൽ മാക്സിമം 4 പോയിന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ സപ്പോർട്ട് മെയിൻ ഐഡിയാസ് വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസ്. അപ്പൊ നമ്മൾ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ പോയിന്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യും. ആ ഓരോ പോയിന്റ്സിനും നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് എവിഡൻസ് അല്ലെ. അത് ഫാക്ടുകൾ, ചില കാൽക്കുലേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഒക്കെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ, ഫാക്ടുകൾ അല്ലെ. ഓരോ പോയിന്റ്സ് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ, തെളിവുകൾ കൊടുക്കണം. യൂസിങ് സൈൻ പോസ്റ്റിംഗ് ഓർ സിഗ്നൽ വേർഡ്സ് ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഫസ്റ്റ്ലി, സെക്കൻഡ് അല്ലെ. ഇപ്പൊ നമ്മൾ സാധാരണ സൈൻ പോസ്റ്റിംഗ് അല്ലെങ്കിൽ സിഗ്നൽ വേർഡുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ആസ് എ റിസൾട്ട്, ബിക്കോസ് ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. ഈ ഒരു സിഗ്നൽ വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ബിക്കോസ് എന്ന് പറഞ്ഞ സിഗ്നൽ വേർഡ് ആണ് അല്ലെ. അത് റീസണെ കാണിക്കുന്നതാണ്. അപ്പം റീഡ് ചെയ്യുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹം അതിനൊരു റീസൺ ആണ്, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന സെന്റൻസുകൾ ഓഡിയൻസിന് മനസ്സിലാവും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് വൺ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഈ സിഗ്നൽ ബോർഡുകൾ നമ്മൾ ത്രൂ ഔട്ട് പ്രസന്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യണം. ദെൻ ദ യൂസ് വിഷ്വൽ എയ്ഡ്സ് ലൈക്ക് ഏതൊക്കെ, ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്, ചാർട്ട്സ്, ഡയഗ്രാംസ് അല്ലെ. പിന്നെ ഒന്ന് പ്രസന്റേഷൻ കുറച്ചുകൂടി നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു യൂസ് ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്, ചാർട്ട്സ്, ഡയഗ്രാംസ്. ഇതൊക്കെ ഓഡിയൻസിന് കുറച്ചും കൂടെ കൺവിൻസിങ് ആവും, എളുപ്പത്തിൽ മനസ്സിലാവും, കാര്യങ്ങൾ ടോപ്പിക് പെട്ടെന്ന് മനസ്സിലാക്കാനും. അതുപോലെ തന്നെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിനൊക്കെ നല്ലതാണ്. ഏത്, യൂസ് വിഷ്വൽസ് ലൈക്ക് ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്, ചാർട്ട്സ്, ഡയഗ്രാംസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ. അപ്പം മിഡിൽ നമ്മൾ പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് ഐഡിയാസ് ആണ്. നമ്മളെ മിഡിൽ പാർട്ടിൽ എത്രത്തോളം പോയിന്റ്സ് ഉണ്ട് അത്രയും പോയിന്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യണം. പക്ഷെ ഒരിക്കലും തന്നെ എക്സീഡ് ചെയ്യാൻ പാടില്ല 4 പോയിന്റ്സിൽ അല്ലെ. അപ്പം മാക്സിമം 4 പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് 4 മെയിൻ ഐഡിയാസ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈച്ച് പോയിന്റ് ഹാസ് ടു ബി സപ്പോർട്ടഡ് ബൈ എവിഡൻസ് അല്ലെ. എവിഡൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വി ഹാവ് ടു യൂസ് സൈൻ പോസ്റ്റിംഗ് ഓർ സിഗ്നൽ വേർഡ്സ് അല്ലെ. പിന്നെ അപ്പാർട്ട് ഫ്രം ദിസ് we also have to use visual aids like ഏതൊക്കെ, ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്, ചാർട്ട്, ഡയഗ്രാംസ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, എൻഡിങ് അല്ലെ. ഇതൊരു പ്രസന്റേഷന്റെ സ്ട്രക്ചറിൽ ലാസ്റ്റ് പാർട്ടാണ് ഈ പറഞ്ഞത് എൻഡിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു എസ്സേസ് ഒക്കെ ആണെങ്കിൽ കൺക്ലൂഷൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് എൻഡിങ്ങിലും. ഇവിടെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം, റീസ്റ്റേറ്റ് ചെയ്യണം വാട്ട് യു ഹാവ് സെറ്റ് അല്ലെ. ഇപ്പൊ നമ്മള് കൺക്ലൂഷനിൽ നമ്മൾ സമ്മറൈസ് ചെയ്യാം അല്ലെ. നമ്മൾ പ്രസ്തുത പ്രസന്റേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് പോയിന്റ്സിനെ നമ്മൾ സമ്മറൈസ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ കൺഫേം ചെയ്യും. എങ്ങനെ, നമ്മൾ ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഈ ഡിസ്കസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ ഇത്രയൊക്കെയാണ് അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യും അല്ലെ. ഡു നോട്ട് പ്രസന്റ് എനി ന്യൂ ഐഡിയാസ് അല്ലെ. അതുപോലെ തന്നെ വി ആർ നോട്ട് സപ്പോസ് ടു ഇൻട്രൊഡ്യൂസ് എനി ന്യൂ പോയിന്റ് ഇൻ കൺക്ലൂഡിംഗ് പാർട്ട് അല്ലെങ്കിൽ എൻഡിങ് പാർട്ട് അല്ലെ. എൻഡിങ് പാർട്ടിൽ ഒരിക്കലും നമ്മൾ പുതിയ ഐഡിയാസിനെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പാടില്ല. അത് ഐഡിയാസ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് മിഡിൽ പാർട്ട്. കൺക്ലൂഡിംഗ് സെക്ഷനിൽ ഒരിക്കലും ഒരു ന്യൂ ഐഡിയാസ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പാടില്ല. മേക്ക് എ കൺക്ലൂഷൻ ഓർ റെക്കമെൻഡേഷൻ ഇഫ് നെസസറി അല്ലെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്, ഒരു ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അപ്പൊ അതിനുള്ള ചില സൊല്യൂഷൻസ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിലൊക്കെ ചില കമ്മോഡിറ്റിയുടെ ഒക്കെ മാർക്കറ്റിൽ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ
അപ്പൊ അതിനുള്ള ചില റെക്കമെൻഡേഷൻസ് ഒക്കെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ റെക്കമെൻഡേഷൻസ്, അങ്ങനെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻസ് കാണിക്കാം. അതുപോലെ തന്നെ റിലേറ്റ് ദി കൺക്ലൂഷൻ ടു ഓഡിയൻസിൽ, അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യിക്കുക. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അല്ലെ ഓഡിയൻസിന് എന്ത് ബെനിഫിറ്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ ആളുകൾക്ക് കിട്ടുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ കണക്ട് ചെയ്യിക്കുക. അതുപോലെ തന്നെ യു ക്യാൻ ഇൻവൈറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പോൾ ഓഡിയൻസിന് പ്രസന്റേഷൻ ആവുന്ന സമയത്ത് ഡൗട്ട് അല്ലെ, ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ട് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഇൻവൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെഷനും ഇവിടെ ഈ ഒരു എൻഡിങ് പാർട്ടിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് പ്രസന്റേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പ്രസന്റേഷൻ, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് എ പ്രസന്റേഷൻ അല്ലെ. അപ്പൊ സ്ട്രക്ചർ, പ്രസന്റേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 പാർട്ടാണ്. ഏതൊക്കെ? ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ്. അപ്പൊ ഓരോ പാർട്ടിനും അതിൻ്റെതായ ചില ക്വാളിറ്റീസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിവേ, നൗ ലെറ്റ് us stop here. Have a nice day.